നമസ്കാരം. മാബ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗ്രോ അഥവാ ബില്യൺ ബ്രെയിൻസ് ഗ്യാരേജ് കമ്പനിയുടെ 2026 മാർച്ച് ക്വാർട്ടർ റിസൾട്ടിനെ കുറിച്ചാണ്. ആദ്യമായി നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിൽസ് 88% വർദ്ധിച്ച് 1505 കോടിയായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയം 801 കോടിയായിരുന്നു. എബിറ്റ മാർജിൻ 142% വർദ്ധിച്ച് 938 കോടിയായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയം 388 കോടിയായിരുന്നു. നെറ്റ് പ്രോഫിറ്റ് 122% വർദ്ധിച്ചിട്ടുണ്ട്, 686 കോടിയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 309 കോടിയായിരുന്നു. ഏർണിംഗ് പെർ ഷെയർ 1.09 ആയിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിനേക്കാളും 0.89 ആയിരുന്നു, അതിലും വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കാനുള്ളത്, ഇന്നലെ ഷെയർ 1.12% ഇടിവ് രേഖപ്പെടുത്തി 196 ക്ലോസ് ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്കിംഗ് ബ്രോക്കർ കമ്പനിയാണ് ഗ്രോ. 28% മാർക്കറ്റ് ഷെയർ കമ്പനിക്കുണ്ട്. പ്രോഫിറ്റ് കൂടാനുള്ള കാരണം കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് ട്രാൻസാക്ഷൻ വോളിയം കൂടിയതാണ്. ഈക്വിറ്റിയും ഡെറിവേറ്റീവ് മാർക്കറ്റിലും ട്രാൻസാക്ഷൻ വോളിയം കൂടിയതാണ് ഇത്രയും മികച്ച ഒരു പ്രോഫിറ്റ് കണ്ടെത്താൻ കമ്പനിയെ സഹായിച്ചിരിക്കുന്നത്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ്. ഷെയർ ഹോൾഡിംഗ് പ്രൊമോട്ടർ 0.43% കുറച്ചിട്ടുണ്ട്. അതുപോലെ FIIയും 0.63% കുറച്ചിട്ടുണ്ട്. പബ്ലിക് കഴിഞ്ഞ ക്വാർട്ടറിനേക്കാൾ 1.25% കുറച്ചിട്ടുണ്ട്. DII ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കൂട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.